Hi everyone, welcome to my channel. നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ വെള്ളം വാങ്ങിച്ചു വെക്കാറുണ്ട്, അതായത് ശർക്കര. അപ്പോൾ ഈ ശർക്കരയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എന്നാലും എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. വെള്ളം നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന അതേ കവറിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് കുറച്ചൊക്കെ എടുത്തിട്ടുള്ള കവറാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ക്ലോസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല, ഒരുപാട് നാൾ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ എത്ര നാൾ വെച്ചാൽ ഒരു കേടും വരാണ്ട് ഇരുന്നോളും. വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പോലെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കിതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴിയാണ് പറയുന്നത്. നമ്മൾ ഇതേപോലെയുള്ള കവറിൽ വെച്ച് തന്നെ നമുക്കത് പൊട്ടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവില്ല, പുറത്തൊന്നും ആവില്ല. ഇതേപോലെ കവർ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ പൊട്ടിക്കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പീസ് എടുത്താൽ മതി. നമ്മൾ പുറത്തെടുത്ത് വെച്ച് പൊട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ എല്ലായിടത്തും ആവും, തെറിച്ച് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പമായിരിക്കും. ശർക്കര നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറത്ത് തന്നെയാണ് വെച്ച് സൂക്ഷിക്കുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കാനും അതുപോലെ കേടൊന്നും വരാണ്ടിരിക്കാനുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത്. ഇതിനായിട്ട് ഞാൻ ശർക്കര ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഗ്രാമ്പു എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബോക്സ് അടച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേടും വരാണ്ട് കുറേ നാൾ ഇരിക്കും. അടുത്തതായിട്ട് പറയുന്നത് ശർക്കര നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർ, കുറുക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതേപോലെ ഞാൻ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഈ ശർക്കര നമുക്ക് നല്ല പോലെ ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ഈ ശർക്കര നല്ലോണം ഉരുകിയിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കട്ടിയായിട്ട് പോകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാനിതൊരു കപ്പിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ അരിപ്പയിൽ വന്നോളും. കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ ശർക്കര ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വേസ്റ്റൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. തണുത്ത് കിട്ടുമ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ കുറുകി വരും. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ബോട്ടിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഒരു കേടും വരാണ്ട് ഇരുന്നോളും. കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ഒക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ശർക്കര ഉരുക്കിയിട്ടുള്ള പാത്രം നമ്മൾ ഉരുക്കി ഉടനെ തന്നെ വെള്ളത്തിലിട്ട് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ശർക്കരയ്ക്ക് ഇതിൽ നല്ല പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് എളുപ്പത്തിൽ കളയാനുള്ളൊരു ടിപ്പാണ് പറയുന്നത്. ഇതിനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടാക്കുന്ന ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിപ്പ ഈ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഈ അരിപ്പയിലുള്ള ശർക്കരയൊക്കെ നല്ലോണം തന്നെ ഉരുകിപ്പോയി കിട്ടും. ഇനി നമുക്ക് ഈ അരിപ്പ മാറ്റാം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ചൂടുള്ള വെള്ളം ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉരുകി പിടിച്ചിട്ടുള്ള ഈ വെള്ളമൊക്കെ നല്ല പോലെ പോയി കിട്ടും. അതിനുശേഷം ഈ വെള്ളം ഒന്നുകൂടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. നല്ലോണം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഉരുകി പോയി കിട്ടും. ഇനി നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ച് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി. എല്ലാം തന്നെ പെട്ടെന്ന് പോയി കിട്ടും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്. താങ്ക് യു.